ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജോർജറ്റ് തുണിയിൽ നമ്മൾ ഒരു ഷർട്ട് കുർത്തി മോഡലാണ് ചെയ്യുന്നത്. അത് ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്നൊരു സ്റ്റൈൽ ചെയ്ത് നമ്മൾ കോളറൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിലൊരു പ്ലാക്കറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു ജീൻസിന് പക്ക ചേരുന്ന മോഡലാണിത്. അല്ലാതെ നമുക്ക് ലെഗിങ്സിൻ്റെ കൂടെയോ പാൻറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ലൈനിങ്ങും ഇതിനെടുത്തിട്ടുണ്ട്. 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തുണി ഞാൻ രണ്ടാക്കി ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കറക്റ്റ് എങ്ങനെയാണ് അളവെടുക്കുന്നത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംശയമുള്ളവരെല്ലാവരും അതിൽ നിന്ന് നിങ്ങളുടെ അളവുകളെല്ലാം കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ഞാനിത് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുന്നത് എൻ്റെ താഴെ വരുന്ന കുർത്തിയുടെ വിഡ്ത്ത് അനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് താഴെ 22 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 11 ഇഞ്ചിലാണ് രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെയുള്ള ലെങ്ത്ത് 39 ഇഞ്ചിലാണ്. ഞാനപ്പോൾ അത് തന്നെ എടുക്കുകയാണ്. അതിനുശേഷം ഞാനിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നമ്മളുടെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനതൊരു 6.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആം ഹോൾ ഒരു 6 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ട ഷോൾഡർ 6 ഇഞ്ചാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. നമ്മളിതിൽ കോളർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ട ഷോൾഡറിനെക്കാട്ടിയും 1/2 ഇഞ്ച് എടുക്കുക. ആ മാർക്കിംഗ് തന്നെ, അതായത് ഷോൾഡറിന് അടയാളപ്പെടുത്തി 6.5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ ആം ഹോളിലും എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ക്വയർ വരച്ച് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ താഴത്തെ വിഡ്ത്ത് എത്രയാണോ നിങ്ങൾ കുർത്തിക്കൊക്കെ എടുക്കാറുള്ളത് ആ വിഡ്ത്തിൽ തന്നെ മടക്കിയിട്ടാൽ മതിയാവും കേട്ടോ. ഇനി ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തുവാണ്. അപ്പോൾ ചെസ്റ്റ് എനിക്കിവിടെ 9 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അത് ടേപ്പ് കൊണ്ട് നടന്നിട്ട് അതിനെ 4ആക്കി ഡിവൈഡ് ചെയ്തിട്ട് സീം അലവൻസ് കൂടി ആഡ് ചെയ്തിട്ടാൽ മതിയാവും. ഇനി ഷേപ്പിൻ്റെ ലെങ്ത്താണ് നമ്മളുടെ കർവ് ചെയ്ത് വരുന്നൊരു അളവിനാണ് ഞാൻ ഷേപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു ലാർജ് സൈസ് വരെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. ഒരു 13 ഇഞ്ച് മതിയാകും ലെങ്ത്ത്. അതിൻ്റെ വിഡ്ത്ത് ഞാൻ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. അവളിങ്ങനെ മാർക്ക് ചെയ്യാൻ കൺഫ്യൂഷൻ ഉള്ളവർ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അളവുകളെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി സ്ലിറ്റാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു 23 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് ഗ്യാപ്പേ അവിടെ കൊടുക്കുന്നുള്ളൂ. 23 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞാനൊരു 20 ഇഞ്ചിലാണ് സ്ലിറ്റ് മാർക്ക് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഒരു ജീൻസിനൊക്കെ ഇടുന്ന അങ്ങനത്തെ മോഡൽ കുർത്തി ആയതുകൊണ്ട് തന്നെ, എന്നാൽ ഷോർട്ട് കുർത്തിയല്ല നമ്മൾ ചെയ്യുന്നത്, ആ ഒരു മോഡലായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇറക്കിയിട്ടാണ് ഇതിൽ സ്ലിറ്റ് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ നോർമലായിട്ട് 20 വെക്കുന്നെങ്കിൽ 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ ഇത് കണ്ട സ്ലിറ്റിൻ്റെ അവിടെ കൊടുക്കുന്നുള്ളൂ. 1 ഇഞ്ച് മാത്രമേ മടക്കി അടിക്കാൻ. എന്നിട്ട് താഴെ ഭാഗം ഇതേപോലെ കർവ് ചെയ്താണ് കേട്ടോ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4 സൈഡും നമ്മളുടെ കർവ് ചെയ്ത് തന്നെ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നെക്കിന് വേണ്ടി ഒരു 3 ഇഞ്ചും ഷോൾഡറിന് വേണ്ടി ഒരു 3.5 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ നമ്മൾ നോർമലി 6 ഇഞ്ച് എടുക്കാറുള്ളെങ്കിൽ നമ്മൾ ഈ കോളർ വെക്കുന്ന കുർത്തിക്കെല്ലാം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു വലിവ് വരും. അത് നമുക്കപ്പോൾ ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെയാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 4 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് അതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഈ കോളർ വെക്കുന്ന കുർത്തികൾക്ക് എന്തായാലും ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് പൊന്തിരിക്കുന്ന പോലെ ഇരിക്കും. ഇനി ഞാനിവിടെ താഴെ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സീം അലവൻസിൻ്റെ ഭാഗത്തു നിന്നാണ് കർവ് ചെയ്ത് വരച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ലൈനിങ് പാർട്ട് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മീതെ കൂടി ഇതേപോലെ ഒന്ന് കറക്റ്റ് അളവിൽ ഒന്ന് ആ സൈഡിൽ കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അളവുകളെല്ലാം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ ഒന്ന് നോക്കുക. അതിൽ ഇതേപോലെ നമ്മൾ അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് വെട്ടുന്നതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അളവുകൾ സഹിതം ചെയ്തിട്ടുണ്ട്. ഇനി ആ കർവ് വരുന്ന ഭാഗം, ആ ഭാഗം വെച്ച് ഞാൻ ഇവിടെ ലൈനിങ് വെക്കുന്നുള്ളൂ. അപ്പോൾ ആ ഭാഗം ഒന്ന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ഞാനൊന്ന് ആ ഭാഗം സ്ക്വയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മളുടെ മെയിൻ പാർട്ട് മാത്രമാണ് താഴെ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ ഫ്രണ്ട് പാർട്ട് 15 ഇഞ്ചിൽ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ നല്ല മെറ്റീരിയൽ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മീതയിലേക്ക് നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത ലൈനിങ് ആണ് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അതൊരു 9 ഇഞ്ചിൽ ആണ് ലെങ്ത്ത്, അതായത് യോക്കിൻ്റെ ഭാഗം വരുന്ന ഒരു 9 ഇഞ്ചിൽ വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മളൊരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 9 ഇഞ്ച് ഞാൻ ഒന്ന് അളവൊന്ന് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ലൈനിങ് പാർട്ട് ഒന്ന് നേരെ മീതെ ഇട്ട് നോക്കിയത്.
ഇത് കണ്ടോ, ആ ഒരു അളവ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ അതൊരു 9 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഇതിന് യോക്ക് ഭാഗം വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ക് പാർട്ടിൻ്റെയാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ നമുക്ക് അളവിങ്ങനെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് ഇതേപോലെ ബാക്ക് സൈഡിൻ്റെ മെറ്റീരിയലിലേക്ക് മീതെ വെച്ച് ഇതേപോലെ കൊടുക്കുന്നത്. എന്നിട്ട് 9 ഇഞ്ച് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി വരുമല്ലോ. അതിനുശേഷം നമുക്ക് ആ പീസ് വെച്ചിട്ട് അതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും നെക്ക് ഒട്ടും കട്ട് ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ കോളർ വെക്കുന്നതുകൊണ്ട് അത് ലൈനിങ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് നെക്ക് കട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ നമ്മൾ മീതെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് ഒരു 9.5 ഇഞ്ച് വരെയൊക്കെ മാക്സിമം ഈ യോക്ക് ഭാഗത്ത് ലെങ്ത്ത് എടുത്താൽ മതിയാകും. അതിൽ കൂടുതലാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ബാക്ക് സൈഡിലെ പ്ലീറ്റ് വരുന്ന ഭാഗം ഇറങ്ങിക്കിടക്കും. ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണ്. അപ്പോൾ അതങ്ങനെ എടുത്ത് കൊടുത്തു. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാകണ്ടോ, അവിടെ ഒരു 1/2 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ 3 ഇഞ്ചായിരുന്നു ഫ്രണ്ട് പാർട്ടിന് വേണ്ടി നെക്ക് എടുത്തിരുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് അല്ല, വിട്ടാണ് ഞാൻ പറയുന്നത്. വിട്ട് 3 ഇഞ്ചിലാണ് എടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ചാണ് ഇവിടെ ബാക്ക് പാർട്ടിന് വേണ്ടി എടുത്തു കൊടുക്കേണ്ടത്. 3 ഇഞ്ച് വിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 1/2 ഇഞ്ച് ഇതേപോലെ കണ്ടോ, ആ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് വിട്ടാൽ മതിയാവും. ബാക്ക് പാർട്ടിൽ നെക്ക് അധികം നമ്മൾ ലെങ്ത്തായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോളർ ജസ്റ്റ് പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ കോളർ കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/2 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പും കൂടെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലെ ആ ഭാഗം കട്ട് ചെയ്തെടുത്തു, ലൈനിങ് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ബാക്കിലെ ബാക്കിയുള്ള ഭാഗമാണ്, ഡൗൺ പാർട്ടിൻ്റെ ഭാഗമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്ക് പാർട്ടിൽ നമ്മൾ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് പാർട്ടിനെക്കാട്ടും കുറച്ചുകൂടി വിഡ്ത്തിലാണ് അതെടുക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് കറക്റ്റ് അളവെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ആദ്യമേ കട്ട് ചെയ്തെടുത്ത് മാറ്റിയായിരുന്നല്ലോ, ആ മെയിൻ ക്ലോത്ത് തന്നെ എടുക്കുക. എന്നിട്ട് ബാക്ക് പാർട്ടിന് വേണ്ടിയുള്ള ഭാഗമാണ് ഞാൻ താഴെ മടക്കിയിട്ടിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിലൊരു 1.5 ഇഞ്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഒരു 1.5 ഇഞ്ചിലാണ് ഞാനിവിടെ പ്ലേറ്റ് വെക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1.5 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ തുണി നമ്മളുടെ ഫ്രണ്ട് പാർട്ട് നീക്കിയാണ് ഇട്ടിരിക്കുന്നത്. 1.5 ഇഞ്ച് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ ബാക്ക് പാർട്ടിലെ മുകളിലത്തെ ഭാഗത്തിന് വേണ്ടി. ആ 9 ഇഞ്ച് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം. നമുക്ക് അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് 9 ഇഞ്ച്, ആ 9 ഇഞ്ച് നമുക്ക് വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ 9 ഇഞ്ചിൻ്റെ ഭാഗം ലൈനിങ് സഹിതം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 9 ഇഞ്ച് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് താഴേക്ക് വേണ്ട കറക്റ്റ് ലെങ്ത്ത് കിട്ടും. പിന്നെ ബാക്ക് പാർട്ടിന് ഒരു 1.5 ഇഞ്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കറക്റ്റ് ലെങ്ത്ത് മതിയെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സീം അലവൻസ് മുകളിലത്തെ ഭാഗത്ത് മാത്രം ജസ്റ്റ് നമ്മൾ യോക്ക് ഭാഗമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് വേണ്ടി വരും. ആ ഒരു സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ടത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്തിൽ ഇതേ കണ്ടോ, നമ്മൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തായിരുന്നല്ലോ. 1.5 നമുക്ക് 3 ഇഞ്ച് ഉണ്ടാവും ടോട്ടൽ. നമ്മൾ മടക്കിയിട്ടപ്പോൾ 1.5 ഇഞ്ചായിരുന്നല്ലോ എടുത്തിരുന്നത്. ആ ഭാഗം ഞാനൊന്ന് മടക്കി വെച്ചിട്ടാണ്ടോ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ്ങിൽ എക്സ്ട്രാ വേണ്ട, നമ്മളുടെ മെയിൻ ക്ലോത്തിൽ മാത്രമാണല്ലോ നമ്മൾ പ്ലീറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ ആ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ലെങ്ത്തിൻ്റെ ഭാഗം ആ കർവ് ചെയ്യുന്ന ഭാഗം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് പ്ലേറ്റിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇതേക്കണ്ട. അതേപോലെ അത്രയും ഭാഗം നമ്മൾ കുറച്ച് മാത്രം ലൈനിങ്ങിൽ എടുത്താലും മതിയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്ലീവ്സ് കട്ട് ചെയ്യാനാണ്. ഞാൻ നോർമലി 9 ഇഞ്ചിലാണ് രണ്ടാക്കി മടക്കി ഇടാറ്. ഇതിപ്പോൾ ഞാനൊരു 11 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, ചെറിയൊരു പഫ് സ്ലീവ് പോലെ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 11 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 17 ഇഞ്ചിലാണ്. അപ്പോൾ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കൈമുട്ട് കഴിഞ്ഞൊരു കുറച്ചുകൂടെ ലെങ്ത്ത് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡും മുകളിലും താഴെയും പഫ് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്തിലെടുക്കുന്നത് നന്നായിരിക്കും. ശേഷം നമുക്ക് ഓപ്പൺ സൈഡിൽ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെല്ലാവരും 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതിയാകും. എന്നിട്ട് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് പിടിച്ചിട്ട് കോർണർ സൈഡിലേക്ക് ഇതേപോലെ സ്കെയിൽ കൊണ്ടൊന്ന് വരക്കുക. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതിയാകും.
വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ മാത്രമേ അത് ഒരു വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരക്കുമ്പോൾ ക്ലിയറായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് ക്ലിയറായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി താഴെ എനിക്ക് വേണ്ടത് ഒരു 6 ഇഞ്ചിലാണ്, അതായത് 4.5 ഇഞ്ച് സ്ലീവ്സിൻ്റെ അളവും ഒരു 1.5 ഇഞ്ച് സീം അലവൻസും. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒരു 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് താഴെ ചെറിയ ചെറിയ ചുരുക്കുകൾ ഇടുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ആ സൈഡിലെ പോയിൻ്റ് ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച് അതും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിൽ ഡൗട്ടുള്ളവർ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത സ്ലീവ്സിൻ്റെ വീഡിയോ ഉണ്ട്. സ്ലീവ്സിൻ്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടെ കാണുക. അതിൽ ഞാൻ കറക്റ്റ് എങ്ങനെയാണ് അളവുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ സ്ലീവ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ട് പറയുന്നില്ല. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാക്ക് പാർട്ടിൻ്റെ പ്ലീറ്റ് ഇടുന്ന ഭാഗമാണ് ആദ്യമേ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പ്ലീറ്റ് ഇടുന്നതിന് 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കിയിട്ടായിരുന്നല്ലോ. അപ്പോൾ ആ 1.5 ഇഞ്ചിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ 1.5 ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് ഒന്ന് തിരിച്ചറിയത്തക്ക വിധം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതെങ്ങനെയാണ് ഞാനൊന്ന് ജസ്റ്റ് പ്ലീറ്റ് വരുന്നതെന്നൊന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ 1.5 ഇഞ്ച് നമുക്ക് 3 ഇഞ്ചാണ് അവിടെ പ്ലീറ്റിന് വരുന്നത്. പ്ലീറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ആ ഭാഗത്തെ അളവൊന്ന് കാണിച്ചു തരാം. എന്താ കറക്റ്റ് എനിക്ക് 3 ഇഞ്ചാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെൻട്രൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിലൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഞാൻ കാണിച്ച 3 ഇഞ്ചിന് പകരം ഒരു 2-2.5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതായത് 2 സൈഡ് 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നല്ലോ, 1.5 വീതം. 1.5യിൽ നിന്ന് നമ്മുടെ സെൻട്രൽ പോയിൻറ്റിലേക്ക് ഇങ്ങോട്ട് മടക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു പ്ലീറ്റ് കിട്ടും. ആ മോഡൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇപ്പോൾ വേറൊരു മോഡൽ ഞാൻ കാണിക്കാം. അതായത് സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് ഇത് അങ്ങനെ അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതൊന്ന് വീണ്ടും നിവർത്തിയിടുക. നിവർത്തിയിട്ടതിന് ശേഷം ആ പ്ലീറ്റ് ഒന്ന് നേരെയാക്കിയത് ഇതേപോലെ ഒന്ന് 2 വിരലിങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ നിവർത്തി കൊടുത്താൽ ഇതേ കണ്ട ഇതുപോലെ ഒരു പ്ലീറ്റ് കിട്ടും. നമ്മൾ ഷർട്ടിനൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലീറ്റ് വരാറുണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ ഷർട്ടിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലീറ്റ് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലും ചെയ്യാം, ഞാൻ നേരത്തെ കാണിച്ച മോഡലിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു മോഡലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഷർട്ടിനാണെങ്കിലും കുട്ടികളുടെ ഉടുപ്പിനൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ജോർജറ്റി തുണി ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത ആ ഭാഗം ഞാനിങ്ങനെ 2ആക്കി മടക്കി അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വെച്ച് 2ആക്കി മടക്കിയിട്ട് ഇതേ ഒരു 1.5 ഇഞ്ച് താഴേക്കാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല വശം തേക്കണം, നല്ല വശം നിങ്ങൾക്ക് ഫേസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ മടക്കിയിടാനായിട്ട്. ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഒരു 1.5 ഇഞ്ച് താഴേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടി പോവുകയാണ്. പ്ലീറ്റ് ഇടാനായിട്ട് ഇതൊന്ന് നമുക്ക് നിവർത്തിയെടുക്കാം. നല്ല വശം തന്നെ നമുക്ക് ഇങ്ങനെ ഫേസ് ആയി വരുന്ന രീതിയിൽ നിവർത്തി എടുത്തിട്ട് ഇതേ കണ്ടോ, ഞാൻ നേരത്തെ അയൺ ചെയ്ത പാടോടെ കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ അയൺ ചെയ്ത് വെച്ചത് ഇങ്ങനെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കണ്ട് ഇങ്ങനെ ഒരു മടക്കെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ വരാനാണ്. ജോർജറ്റി ആയതുകൊണ്ട് കറക്റ്റ് കിട്ടാനും കുറച്ച് പണിയാണ്. കോട്ടണൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഓൾറെഡി നേരത്തെ അയൺ ചെയ്തിട്ടത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അറ്റത്തിട്ട് അടിച്ച് ആ പ്ലീറ്റ് ഒന്ന് കറക്റ്റ് സെക്യൂറായിട്ട് വെക്കാം. അങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്കും പ്ലീറ്റ് പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല. അപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെ നമുക്ക് പ്ലീറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വിട്താണ് ഞാൻ പറഞ്ഞത്, 1.5 ഇഞ്ച് വിട്ടിലെ പ്ലീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാവുന്നതാണ്. 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ അളവിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ ഇതേപോലെ ഞാൻ അയൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അറ്റം വരെ അയൺ ചെയ്യണമെന്നില്ല, അത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും അത് ഓപ്പണായിട്ട് ഇരുന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നല്ല വശം ഇതേപോലെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ലൈനിങ് ഞാൻ അതിൻ്റെ മീതിയിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ ടോപ്പ് ഭാഗം നിന്നിട്ട് കണ്ടോ, നമ്മൾ സ്റ്റിച്ചിങ് പുറത്ത് കാണാത്ത രീതിയിലാണ് കേട്ടോ താഴത്തെ ഭാഗത്ത് അടിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുകളിലത്തെ ആ യോക്ക് പാർട്ടിൻ്റെ ഭാഗം ബാക്ക് സൈഡിൽ അതൊന്ന് അടിച്ചെടുക്കാം. അത് ഞാൻ താഴത്തെ ഭാഗമാണ് ആദ്യം അടിച്ചെടുക്കാൻ പോകുന്നത്. അതേ കണ്ടോ, താഴത്തെ ഭാഗം സ്റ്റിച്ചിങ് അകത്ത് വരുന്ന രീതിയിൽ പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സ്റ്റിച്ചിങ് അകത്ത് വരുന്ന രീതിയിൽ, അതായത് പുറമെ കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ 2 പാർട്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കോളർ വെക്കേണ്ട ആ ഭാഗം ഉണ്ടല്ലോ, ആ നെക്കിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈനിങ് പാർട്ടിനോടൊപ്പം ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരെ വെറുതെ ഒന്ന് അടിച്ച് പോയിട്ടുള്ളൂ. കാണുന്ന രീതിയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. കാരണം നമ്മളിതിൽ കോളർ വെച്ച് വരുമ്പോഴേക്കും ഇതെല്ലാം അകത്തായി പോയിക്കോളും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, അതൊന്ന് കറക്റ്റ് മാറിപ്പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ 2 പാർട്ടും കൂടെ ഒന്ന് ഇതേപോലെ നല്ല വശം 2 ചേർന്ന രീതിയിൽ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനപ്പോൾ അതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അത് പൊന്തിയിരിക്കാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ അത് നമ്മളുടെ മുകളിലത്തെ ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ നിവർത്തി വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഇനി വേറൊരു സ്റ്റിച്ചിങ് വരാതിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മുകളിലത്തെ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നേരെ അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പറ്റുമ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതേ കണ്ടോ, നല്ല വശം ഇങ്ങനെയാണ് നമുക്കത് അടിച്ചെടുത്തതിന് ശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ, ഇപ്പോൾ അകത്ത് വശത്തായാലും പുറമെ വശത്തായാലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചതിന് ശേഷമുള്ള സ്റ്റിച്ചിങ്ങാണ് കാണുന്നത്. അപ്പോൾ ആ 2 ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ നേരെ വെച്ച് കൊടുക്കുകയാണ്. അതായത് നല്ല വശം തന്നെയാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും നല്ല വശം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുള്ളൂ. കാരണം കോളറൊക്കെ വെക്കുമ്പോൾ നമുക്കിതെല്ലാം അകത്തായി പോകും. അതുകൊണ്ട് തന്നെ നല്ല വശം അകത്ത് വരുന്ന രീതിയിലൊന്നും അടിക്കണം എന്നില്ല. നോർമൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുത്താൽ മാത്രം മതി. അതിന് ശേഷം പാക്കറ്റ് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 9 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ച്. അപ്പോൾ എനിക്ക് വേണ്ട വിഡ്ത്ത് എത്രയാണോ അതിനേക്കാളും ഒരു 2 ഇഞ്ച് വീതിയാണെങ്കിലും നീളമാണെങ്കിലും എക്സ്ട്രാ എടുക്കുക. അതാണ് നമ്മൾ കട്ട് പീസ് ഇവിടെ മുറിച്ചെടുക്കേണ്ടത്. നമുക്ക് വേണ്ട എത്രയാണോ അതിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു 3 ഇഞ്ചിലാണ് എനിക്ക് സെൻട്രൽ പോയിൻറ്റ് വരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണോ, ഏത് വിഡ്ത്തിലാണോ വേണ്ടത് അതിനേക്കാളും 2 ഇഞ്ച്, ഇപ്പം ലെങ്ത് ആണെങ്കിലും അതിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സെൻട്രൽ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാനൊരു വരച്ച് കൊടുത്തു. അതിന് ശേഷം എനിക്ക് വേണ്ട ലെങ്ത്ത് എത്ര ലെങ്ത്തിലാണോ ഇപ്പോൾ ഞാൻ നെക്ക് വെക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 4 ഇഞ്ചിൽ നെക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിന് വേണ്ടി. അപ്പോൾ ഒരു 6 ഇഞ്ചിലാണ് പ്ലാക്കറ്റ് വരുന്ന രീതിയിൽ ഞാൻ 6 ഇഞ്ച് ലെങ്ത്തിലാണ് പ്ലാക്കറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു 6 ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടു. എന്നിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച്, അത് താഴെയും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, മുകളിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഇങ്ങനെ വരച്ച് അതൊന്ന് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കത് മെയിൻ ക്ലോത്തിലേക്കൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴുത്ത് മാത്രം ഒന്ന് അടിച്ചെടുത്തായിരുന്നു. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത് നമ്മളുടെ ലൈനിങ് പാർട്ടിലാണ്, അതായത് ബാക്ക് വശത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് നേരെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. സെൻട്രൽ പോയിൻറ്റ് നോക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ വരച്ച 1/2 ഇഞ്ചിൽ ഒരു സ്ക്വയർ വരച്ചായിരുന്നില്ല, അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാക്കറ്റ് വെക്കുമ്പോഴേക്കും നമ്മളുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതായത് ഉൾവശം ഏതാണോ അവിടെ വെച്ച് കൊടുക്കുക, മെയിൻ ക്ലോത്തിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു വരച്ച വരയുണ്ടല്ലോ, ആ വരച്ച വരയിൽ നിന്ന് ഇതേപോലെ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് സൈഡിൽ കോർണറിൽ ചെറിയൊരു കട്ടിങ് ഇതേപോലെ കൊടുക്കുക. അത് നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ടിങ് കൊടുക്കാനായിട്ട്. അങ്ങനെ സ്റ്റിച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടോ ഇതേപോലെ കൊടുക്കുക. സ്റ്റിച്ചിൽ തട്ടിയാൽ നമുക്കത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും അത് അഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിൽ തട്ടാതെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോർണറിൽ കട്ടിങ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, അവിടെ ഒരു ഷേപ്പ്ലെസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കി നമ്മൾ സൂക്ഷിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ജോർജറ്റ് പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അയൺ ചെയ്ത് എടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിവർത്തി എടുക്കുക ഒരു സൈഡ്. എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് കാണുമല്ലോ, ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം അതിങ്ങനെ ഇപ്പോഴത്തേക്ക് ഇതേപോലെ ഒന്ന് നിവർത്തി പിടിച്ചിട്ട് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇതേ കട്ട് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്ന ആ പീസ് ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ആ പീസ് ഇതേ കണ്ടത് അടിച്ചെടുത്ത ആ ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ആ ഭാഗത്തേക്കാണ് നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അത് നമ്മളിപ്പോൾ കോർണർ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആ ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. മനസ്സിലായോ? ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൂടി കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മളിപ്പോൾ മടക്കി ഇതേപോലെ 1/4 ഇഞ്ചിലെടുത്തിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്ന് നിവർത്തി വെച്ചിട്ട് ആ സ്റ്റിച്ചിങ് അവിടെ കാണാമല്ലോ, ചെറിയ സ്റ്റിച്ചിങ് നമുക്ക് നൂല് കാണാമല്ലോ, ആ നൂലിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മീതെ വേണം ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട്. അടിച്ചെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ കോർണർ കട്ട് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിയിട്ട് നിർത്തുക. ഇതേപോലെ നമുക്ക് വരും. ഇനി നമുക്ക് അടുത്ത ഭാഗവും ചെയ്യണം. അടുത്ത ഭാഗം അതുപോലെ തന്നെ 1/4 ഇഞ്ചിലിങ്ങനെ മടക്കിയിട്ട് ആ സ്റ്റിച്ചിങ് ചെയ്ത ആ ഉള്ളിലത്തെ ആ ഭാഗം
ഇതേപോലെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മീതെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതേപോലെ ആ കോർണർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ആ കോർണർ പോയിൻ്റ് വരുന്ന ആ ഭാഗം വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കെട്ടിയിട്ട് വെക്കുക. ഇത് കണ്ടോ, ഇതേപോലെ അപ്പോൾ ബ്ലാക്കറ്റ് നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാനുള്ളത് കണ്ടോ. ഏത് സൈഡ് വേണമെങ്കിലും ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് അടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അടിച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ചെയ്യുന്ന രീതി ഒന്ന് നമുക്ക് ശരിക്കും ഒരു വശമായി കിട്ടും. ഇത് കണ്ടോ, അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ജോർജറ്റ് പീസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നോർമൽ പീസ് ആണെങ്കിൽ നമുക്ക് അടിക്കാൻ സുഖമാണ്. ഇതിങ്ങനെ ഒഴുകി കിടക്കുന്നതുകൊണ്ട് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ഞാൻ കുറച്ച് മാത്രമേ ഓപ്പൺ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗമെല്ലാം ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓപ്പൺ കൊടുക്കണമെങ്കിൽ ബട്ടൺസ് എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ഓപ്പണിങ് കൊടുക്കാവുന്ന. ഞാനപ്പോൾ ആ ഒരു ഭാഗം ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നുള്ളൂ. അതായത് 4 ഇഞ്ച് എനിക്ക് നെക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഒരു 3 ഇഞ്ചും കൂടി ഓപ്പണിങ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ബട്ടൺസ് ഒന്നും വേണ്ട, വെറുതെ ഷോ ബട്ടൺ മാത്രം വെച്ചാൽ മതിയാവും. ആ രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ബ്ലാക്കറ്റിൻ്റെ ബാക്കിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, താഴേക്ക് ഇതേപോലെ കാണുന്ന ഭാഗം, നമ്മൾ അധികം എടുത്ത ഭാഗം, അതിൽ നമുക്ക് ആവശ്യം അധികമായിട്ട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് സ്ക്വയർ പോലെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ചെടുക്കാം. സ്ക്വയർ പോലെ ആണെങ്കിൽ അങ്ങനെ മടക്കാം. അതല്ലാതെ താഴെ വരുന്ന രീതിയിലാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും കോർണർ രണ്ടും മടക്കി വെച്ച് അതുപോലെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് സ്ക്വയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എല്ലാ സൈഡും അപ്പോൾ നമുക്കൊന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബ്ലാക്കറ്റ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവാണ്. ബാക്ക് നെക്ക് നമ്മൾ കോളർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് ഇതേപോലെ ഹൈ നെക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ കുഴിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മടക്കെടുക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ആ രീതിയിലല്ല ഞാനിത് ചെയ്യുന്നത്. ഹൈ നെക്ക് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളുടെ മെയിൻ പാർട്ടും ലൈനിങ് പാർട്ടും നിവർത്തിയിടുന്നു. നല്ല വശമാണ് കേട്ടോ ഞാൻ നിവർത്തി വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മളുടെ അടുത്ത പാർട്ടിൻ്റെ നിവർത്തിയ ഇതേപോലെയുള്ള നല്ല വശം ഇതേപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെ ഇതേപോലെ നേര് വരുന്ന രീതിയിലൊന്ന് നിവർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചുറ്റിയാണല്ലോ എടുക്കുന്നത്. അതിന് പകരമായിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തി ഇടുക. എന്നിട്ട് സെൻട്രൽ പൊസിഷൻ ഇതേപോലെ ഒന്നിച്ച് പിടിച്ചിട്ട് അതേ കണ്ടോ, ആ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന ഭാഗമുണ്ട് ഞാൻ ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് സെൻട്രൽ ഭാഗത്ത് നിന്ന് അടിച്ചു തുടങ്ങുക. സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങാൽ ചിലപ്പോൾ നമുക്ക് തുണി ചിലപ്പോൾ കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തികയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെക്കിൻ്റെ ഭാഗം, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ പൊസിഷൻ പിടിച്ച് ഒരു സൈഡിലേക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ പൊസിഷനിൽ വീണ്ടും വന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചെടുത്ത് ഇത് ഫിനിഷ് ചെയ്തെടുക്കുക. ഷോൾഡർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നല്ല വശം ഞാൻ ഇതേപോലെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ, അത് നമുക്ക് കറക്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് ആണെങ്കിലും അതാണെങ്കിലും ഇതേപോലെ ഗിയറിൽ വന്നിട്ടുണ്ട്. ഇനി രണ്ട് ഷോൾഡറും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കോളർ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ബ്ലാക്കറ്റ് ഒഴിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ആ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ടേപ്പ് ഇതേപോലെ റൗണ്ട് ചെയ്തൊന്ന് വെച്ച് അളവെടുത്ത് നോക്കുക. നമ്മൾ 1-2 വട്ടം കോളർ എന്താണെങ്കിലും അളവെടുത്ത് നോക്കണം. കാരണം അളവുകൾ ഇങ്ങനെ തെറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതായത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 വട്ടം അളവെടുത്ത് നോക്കുക. അതല്ലാതെ വേറെ രീതി കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ രണ്ടിനെയും സെൻട്രൽ ഭാഗം ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ആ ബ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം നോക്കുക. അപ്പോൾ എനിക്കിവിടെ 17 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ 4 ഇഞ്ച് വിഡ്ത്തിലാണ് തുണി എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 17 ഇഞ്ച് വന്നിരിക്കുന്നതുകൊണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ എനിക്കൊരു 19 ഇഞ്ചിലാണ് ഇത് വേണ്ടത്. 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് വിഡ്ത്തിൽ രണ്ടാക്കി മടക്കിയിട്ടേക്കുവാണ്. അപ്പോൾ മൊത്തം 8 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ച്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. ഇനി എനിക്ക് വന്ന 17 ഇഞ്ചിൻ്റെ പകുതി ഞാൻ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെനിക്ക് ഒരു 8:30 കഴിഞ്ഞ് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോയിൻ്റാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്തതിന് ശേഷം ഫോൾഡഡ് സൈഡിൽ നിന്നാണ് ഈ ഓപ്പൺ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് കോർണറിലേക്ക് വരച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു 3.5 ഇഞ്ചിൽ ഞാനവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കോളറിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ ഫോൾഡഡ് സൈഡിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 സൈഡ് നമുക്ക് ഓപ്പൺ സൈഡാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചാലും ഇതിപ്പോൾ 2 പീസായിട്ട് മുറിച്ചിട്ടാലും നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് അവിടെ ഒരു 1 ഇഞ്ചില്ല, ഒരു 1/4 ഇഞ്ച് കയറ്റിയാണ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ
ദേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒന്ന് നിവർത്തിയെടുക്കാം. നല്ല വശം കൊണ്ട് അകത്ത് വരുന്ന രീതിയിലിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ 3 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകളിലത്തെ വശം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ടിങ് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ കോളറിൻ്റെ ഭാഗം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം മുതൽ ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇത് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് വശം ഇങ്ങനെയാണ് വരുന്നത്. പുറം വശം നമുക്ക് അതും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അകത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ആ പ്ലാക്കറ്റിൻ്റെ ഭാഗം എല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമുക്കൊരു പീസ് തുണി ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അകത്ത് വശത്തു നിന്നാണ് നമ്മളത് അളവെടുത്ത് നോക്കേണ്ടത്. അപ്പോൾ പ്ലാക്കറ്റ് തുടങ്ങി തന്നെ അത് വെച്ച് തന്നെ നമുക്കിത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചുറ്റും അളവെടുക്കുമ്പോൾ നേരത്തെ നമുക്ക് കോളറിന് വേണ്ടി 17 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ പ്ലാക്കറ്റും കൂടി കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ആണ് വരുന്നത്. നമ്മളപ്പോൾ ആ 17 ഇഞ്ചിനേക്കാളും ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ തുണി എടുത്താലും മതിയാകും. എന്നാലും ഞാനിവിടെ ഒന്ന് അളന്ന് അത് കാണിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ അത് 19 ഇഞ്ചിൽ വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് 17 ആയിരുന്നു. 2 ഇഞ്ച് പ്ലാക്കറ്റും കൂടി കൂട്ടി 19 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 19 തന്നെ എടുക്കരുത്. നമ്മൾ ചിലപ്പോൾ തയ്ച്ച് വരുമ്പോൾ മടക്കിയടിക്കാനായിട്ട് കുറച്ചിത് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ കോളറിനെക്കാട്ടി ഒരു 2-3 ഇഞ്ചോ എക്സ്ട്രാ എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു 20 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് വിഡ്ത്തിലെടുക്കുക. തുണി വിഡ്ത്ത് 1 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാനൊരു 20 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതേപോലെ നമ്മളുടെ കോളർ വെച്ച ഭാഗം എടുക്കുക. അതിൻ്റെ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ കോളറ് ബാക്കിലേക്ക് തിരിച്ചിടണം. ഉൾവശമാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കോളറ് ഇതേപോലെ ബാക്കിലേക്ക് തിരിച്ചിടുക. എന്നിട്ട് ആ കോളറിൻ്റെ താഴെയായിട്ട് ബാക്കിലേക്ക് തിരിച്ചിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഈ പീസ് മടക്കി ഇങ്ങനെ വെക്കേണ്ടത്. അതായത് അകത്ത് വന്നിരിക്കുന്ന മടക്കി ഇങ്ങനെ വെക്കുമ്പോൾ നല്ല വശമാണ് നമുക്ക് പുറത്ത് വരുന്ന രീതിയിൽ വെക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ പ്ലാക്കറ്റിൻ്റെ മുന്നിലേക്ക് ഇതേപോലെ 1 ഇഞ്ച് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ അത് അടിച്ചെടുക്കാനായിട്ട്. അതുകൂടാതെ നമ്മൾ കോളറ് നമ്മളുടെ ഷോൾഡർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചിങ്ങാണ് അവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ മുന്നേ സ്റ്റിച്ചിങ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതേ കണ്ടോ, ഈ ഭാഗമൊക്കെ വിസിബിളായിട്ടിരിക്കും. കോളർ ഈ പീസ് വെച്ച് അടിച്ചതിന് ശേഷം ഭയങ്കര വിസിബിളായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന ആ സ്റ്റിച്ചിങ്ങിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ തൊട്ടടുത്തിട്ട് വേണം കുറച്ച് ഇറക്കി വേണം നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാനായിട്ട്. ഈ സ്റ്റിച്ചിങ്ങിനേക്കാളും ഒട്ടും മുന്നിലേക്ക് കയറ്റിയിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ പ്ലാക്കറ്റിൻ്റെ ആ ഭാഗം വരെ ഇതേപോലെ ഒന്ന് കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ എനിക്കിവിടെ ഇത്തിരി എക്സ്ട്രാ ഉണ്ട്. അത് ഞാനൊന്ന് 1 ഇഞ്ച് മതിയാകും. നമുക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് മതിയാകും. ആ ഒരു അളവിൽ ഞാനത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് അധികം വന്നിരിക്കുന്ന ഭാഗമൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. കണ്ടത് ഇങ്ങനെ മടക്കി അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വേണമെന്ന് മടക്കി നമ്മൾ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട്. പ്ലാക്കറ്റിൻ്റെ ഭാഗം തുടങ്ങി തന്നെ അപ്പോൾ നമുക്ക് ക്ലിയറായി വന്നേക്കുന്നുണ്ടോ അകത്തും അതേപോലെ തന്നെ പുറം ഭാഗത്തും നമുക്ക് കറക്റ്റ് ക്ലിയറായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന തുണി ഒരിക്കലും 1 ഇഞ്ച് വിഡ്ത്തിൽ കൂടുതൽ എടുക്കരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മടക്കി അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. പ്ലാക്കറ്റിൻ്റെ ഭാഗം എത്തുമ്പോഴേക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെയാണ് നമുക്ക് മടക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ വന്നിരിക്കുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് അകത്തേക്കൊന്ന് മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് വീണ്ടും അതിൻ്റെ അകത്തേക്ക് താഴേക്ക് ഇതേപോലെ വെച്ച് ആ പ്ലാക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഒപ്പം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അവിടെയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 സൈഡും അകത്താണെങ്കിലും പുറവശമാണെങ്കിലും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കോളറിൻ്റെ ഭാഗം എല്ലാം കിട്ടിയിട്ടുണ്ട്. പ്ലാക്കറ്റിൻ്റെ ഭാഗം എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത ഭാഗമാണ് കാണുന്നതെല്ലാം. ഇനി അടുത്ത് നമുക്ക് സ്ലീവ്സ് ആണ് വെക്കാനുള്ളത്. അപ്പോൾ സ്ലീവ്സ് നമ്മൾ ഓൾറെഡി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ പ്ലീറ്റിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു സെൻട്രൽ പോയിന്റിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്.
സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തതാണെങ്കിലും ഞാൻ അതിൻ്റെ അളവ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ 18 വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ 9 ഇഞ്ച് വിഡ്ത്തിലാണ് ഇതേപോലെ സ്ലീവ്സ് കട്ട് ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 18 എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയാണ് 9 ഇഞ്ച്. ഇനി നമുക്ക് ഇവിടെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ നടുഭാഗത്ത് ഒരു 9 ഇഞ്ച് ഞാനിപ്പോൾ ഒന്ന് ടേപ്പ് വെച്ച് കാണിച്ചതില്ല. ആ ഒരു 9 ഇഞ്ച് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ടോട്ടലൊരു 11 ഇഞ്ച് ഒരു സൈഡ് വരുന്ന രീതിയിലായിരുന്നു നേരത്തെ സ്ലീവ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 2 സൈഡും കൂടി 22 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ചെറിയ പ്ലീറ്റുകൾ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് രണ്ടാക്കി മടക്കി നോക്കണം അത് 9 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന്. അപ്പോൾ എനിക്കത് 9 ഇഞ്ച് രണ്ടാക്കി മടക്കിയപ്പോൾ വന്നിട്ടുണ്ട്. അതും ഒരു ചെറിയ ഇഞ്ച് എക്സ്ട്രാ കൂടി വന്നിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗവും ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ട് കൊടുക്കണം. അതപ്പോൾ ഞാൻ ഫുൾ ഭാഗവും ചുരുക്കുകൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട വിഡ്ത്ത് ഒരു 6 ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും 1 ഇഞ്ചും കൂടി കൂടുന്ന രീതിയിൽ ഒരു 7 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലാണ് ഞാൻ താഴെ പ്ലീറ്റ് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒരു 1.5 ഇഞ്ചിൽ ഒരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിന് അടിച്ചു കൊടുക്കാനായിട്ടാണത്. എന്നിട്ട് താഴത്തെ ഭാഗത്ത് ഇതേപോലെ ഒരു കട്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഉൾവശത്തേക്ക് അത് തിരിച്ച് ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ 1/4 ഇഞ്ചല്ല ഒരു 1/2 ഇഞ്ചിൽ മടക്കിയാണ് ഇതേപോലെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് അടിച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ ഒരു ചെറിയ പഫ് സ്ലീവ് പോലെ നമുക്ക് അത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ 2 സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗമാണിത് കാണുന്നത്. അത് നമ്മളുടെ സ്ലീവിൻ്റെ സെൻട്രൽ പൊസിഷനും നമ്മളുടെ ഷോൾഡറിൻ്റെ സെൻട്രൽ പൊസിഷനും ഇതേപോലെ ഒന്നിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമലായിട്ട് തന്നെ നമ്മൾ സ്ലീവ് ചെയ്യുന്ന പോലെ ഞാൻ ഇവിടെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് 2 സൈഡിലേക്കും സ്ലീവ്സ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കമുള്ളതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡും ഷോൾഡറിൻ്റെ സൈഡും സ്ലീവിൻ്റെ സൈഡും ഇതേപോലെ ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെയൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തായാലും നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഭാഗമൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചുരുക്കിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും എല്ലാ സൈഡും സ്റ്റിച്ച് വന്നിട്ടുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ചുരുക്കമായതുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങി അങ്ങനെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നേരെ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം തുടങ്ങി താഴേക്ക് വരെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഒന്ന് നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ആകുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഒരിക്കലും വലിച്ച് പിടിച്ചടിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2 സൈഡും എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിൽ പിടിച്ച് വേണം അടിക്കാനായിട്ട്. 2 സൈഡും വലിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീറ്റിൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് വിടർന്നിരിക്കുന്ന പോലെ ആകും. നേരത്തെ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ വരച്ചിട്ടായിരുന്നു. അത് നമ്മളുടെ താഴത്തെ പീസിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ഇതിലേക്കൊന്ന് കോപ്പി ചെയ്ത് വരച്ച് വെക്കുകയാണ്. ഉൾവശത്ത് ഭാഗത്താണ് അത് കാണുന്നത്. ആ വര തന്നെ ഞാൻ ഇതിലേക്കൊന്ന് കോപ്പി ചെയ്ത് വരച്ച് വെക്കുകയാണ്. സ്ലീവ്സിൻ്റെ അളവ് എനിക്ക് 4.5 താഴെ വേണ്ടത്. ആ 4.5 ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തായിരുന്നല്ലോ, ആ വരച്ചെടുത്തത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇനി 2 സൈഡും ഇതേപോലെ തന്നെ നമ്മളുടെ അളവുകൾ മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ഈ അളവുകളെല്ലാം മാർക്ക് ചെയ്തായിരുന്നു. അത് 2 സൈഡിലേക്കും ഒന്ന് ഞാൻ ഇതേപോലെ ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് 2 സൈഡിലും വരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സ്ലിറ്റിൻ്റെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ആണ് ഞാൻ മടക്കി എടുത്തിരിക്കുന്നത്. 1/4 ഇഞ്ചിൽ ഇതേപോലെ മടക്കി എടുത്തിട്ട് നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മൾ ലൈനിങ് പാർട്ടിൻ്റെ ഭാഗം താഴെ മടക്കി അടിച്ചിട്ടുണ്ടാവണം കേട്ടോ. കർവ് വരുന്ന ഭാഗം അടിച്ചെടുക്കാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ചെറിയതായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വളരെ ചെറിയ രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ ഒന്നുകൂടെ അത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. കർവ് വരുന്ന ഭാഗം ഇതേപോലെ ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ആദ്യം തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഒന്നുകൂടെ ഒന്ന് ആ സ്റ്റിച്ചിങ് കറക്റ്റ് ആക്കാനായിട്ട് ഒന്ന് ഞാൻ
ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കർവ് വരുന്ന ഭാഗത്ത് ചെറിയ ചെറിയ ചുളുക്കുകൾ നിങ്ങൾ അടിക്കുമ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാനപ്പോൾ കുറച്ച് ചുളിവുകൾ ഒഴിവാക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് താഴെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് താഴെ ഭാഗം ഒന്ന് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കുർത്തിയുടെ എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 2-3 ബട്ടൺസ് കൂടി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപോലെ ബട്ടൺ ഹോളോ ഹുക്കോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ആ ബട്ടൺസ് കൂടി വെച്ചിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട ഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതും നല്ല ക്ലിയർ ആയിട്ട് കോളറും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.